ഒരു വർഷം നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത്രത്തോളം ശരിയായ രീതിയിലാവണം. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ പല രീതിയിൽ പല യൂട്യൂബ് വീഡിയോസിലൂടെയും പല പുസ്തകങ്ങൾ നോക്കിയിട്ടൊക്കെയും ഞാനും എൻ്റെ ലൈഫിൽ ധാരാളം ഇയർലി പ്ലാനിങ്സ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പ്രാവശ്യം എൻ്റെ മെൻറ്റർ എനിക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കോർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അതിലെനിക്ക് വലിയൊരു സന്തോഷവും വലിയൊരു സാധ്യതയും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു. ആ ഒരു ഇയർലി പ്ലാനിങ് മെത്തേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. 4 പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ആണ് ഇതിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. ഒന്നെന്ന് പറയുന്നത് റിഫ്ലക്ഷൻ എന്നുള്ളതാണ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്ത് നമ്മളൊന്ന് സംസാരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷവും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ ഒന്ന് നോട്ട് ചെയ്യുക, ചിന്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്ത അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. ചില കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് പരാജയപ്പെട്ട അല്ലെങ്കിൽ പ്രതീക്ഷിച്ച അത്ര ഒരു വിജയത്തിലേക്ക് എത്താത്ത കാര്യങ്ങളുണ്ടാവും. അങ്ങനെ നമ്മളുടെ കഴിഞ്ഞ ഒരു വർഷം നമുക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്യുക. ഓരോ മാസവും എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് അതിനെ മുഴുവൻ നമ്മൾ മനസ്സിലാക്കി അനലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം അടുത്ത വർഷം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എഫക്റ്റീവായിട്ട് എൻ്റെ സമയം ഉപയോഗിക്കാൻ കഴിഞ്ഞ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു 10 കാര്യങ്ങൾ ഞാൻ എഴുതിയെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഞാൻ എടുത്തുപോയ ഏറ്റവും ഒരു 10 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പാടില്ലാതിരുന്ന അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ പല കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ഒരു പൂർണ്ണതയിലേക്ക് എത്താതെ പിന്നീട് ചിന്തിച്ചപ്പോൾ അത് ചെയ്യേണ്ട കാര്യമായിരുന്നില്ല, എനിക്കത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇന്നുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഡിസിഷൻ ഞാൻ ആ സമയത്ത് എടുക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനെ മുഴുവൻ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ്. അതിനുശേഷം ആ മിസ്റ്റേക്സുകളെ അടുത്ത വർഷത്തേക്ക് മനഃപൂർവ്വമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു റിഫ്ലക്ഷനെയാണ് നമുക്ക് പുതിയ വർഷത്തിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിൽ എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെട്ട നല്ല നല്ല തീരുമാനങ്ങൾ നമ്മൾ ശരിക്കും റൈറ്റ് മൊമെന്റിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തീരുമാനങ്ങളെയൊക്കെ വീണ്ടും അടുത്ത വർഷത്തേക്ക് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ എന്നുള്ളതാണ്. സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ ധാരാളം ടൂൾസുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഉപയോഗിച്ച ടൂൾസുകളിൽ ഏതൊക്കെയാണ് എനിക്ക് അത്ര അങ്ങോട്ട് പ്രയോജനപ്പെടാതെ എനിക്ക് റിമൂവ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടി വരുന്നത്, കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു മുഴുവനായിട്ട് ലിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര അങ്ങോട്ട് പ്രൊഡക്റ്റീവായിട്ട് അത്ര ആവശ്യമില്ല, എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഏതെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാം. ഇപ്പോൾ ഒരു ടീം മെമ്പേഴ്സ് കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ ടീമിൽ ഏതെങ്കിലും മെമ്പർ നമ്മുടെ അപ് ടു ദ മാർക്ക് വന്നില്ല, അല്ലെങ്കിൽ പെർഫോമൻസ് പറ്റുന്നില്ല, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഗോളിലേക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അത് അത്ര പോസിറ്റീവ് അല്ലാതെ പല പ്രാവശ്യം നമ്മൾ ശ്രമിച്ചിട്ടും ആ ഒരു അപ് ടു മാർക്കിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുക, കട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും നമുക്ക് നഷ്ടം വരുന്ന കാര്യങ്ങളെയൊക്കെ നോക്കിയിട്ട് മാക്സിമം നമ്മുടെ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം കൊടുക്കുക. അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമുള്ള ഡേറ്റ മുഴുവൻ എടുക്കണം. ഇതെല്ലാം നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഡേറ്റ വഴിയാണ്. നമ്മൾ എത്രത്തോളം എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ആൾക്കാരുടെ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ടാകും. അപ്പോൾ ആ വാങ്ങുന്നതിൽ ഏതെങ്കിലും ഒരു വെണ്ടറെ നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ കുറയ്ക്കാം? 10 പേരുണ്ടെങ്കിൽ അതിനൊരു 8 പേരാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ട സിറ്റുവേഷനിൽ നമ്മൾ കൃത്യമായിട്ട് ഇരുന്ന് ആലോചിച്ച് കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ലോഡ് കഴിഞ്ഞ ഒരു വർഷം നമുക്ക് അത്ര അങ്ങോട്ട് പെർഫോം ചെയ്യാത്ത കാര്യങ്ങളെ റീപ്ലേസ് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇരുന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളതാണ്. മൂന്നാമതായിട്ടെന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളെ 5 കാര്യങ്ങൾ ഞാനിവിടെ തരാം. അതിനെ നമ്മൾ വീണ്ടും കൂടുതലായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്, കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ എനർജി. എവിടെയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് എനർജി ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ദിവസങ്ങൾ, എവിടെയായിരുന്നു നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തത്? അപ്പോൾ നമ്മുടെ എനർജി നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞ സാഹചര്യങ്ങളെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതേ സമയത്ത് തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് എല്ലാ ദിവസവും രാവിലെ നമ്മൾ എണീക്കാറുണ്ട്, രാവിലെ എണീക്കുന്ന ദിവസം നന്നായിട്ട് പ്രൊഡക്റ്റീവ് ആവും. എന്നാൽ ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റീസൺ നോക്കുക. തലേ ദിവസം നമ്മൾ ഉറങ്ങുന്നത് ചിലപ്പോൾ ഒത്തിരി ലേറ്റ് ആണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് രാവിലെ എണീക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ ബാലൻസ് ചെയ്യേണ്ടത്, നമ്മുടെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ എനർജി നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ എനർജി ഏറ്റവും നഷ്ടമായി പോയ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ഏറ്റവും നന്നായിട്ട് എനർജി ഉപയോഗിക്കാൻ കഴിഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മുടെ ഫുഡ്,
നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, നമ്മുടെ ഉറക്കം, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എനർജി വരിക. അപ്പോൾ നമ്മൾ അതിനെ ക്രമീകരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ എനർജി കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണോ വീക്കായി പോയതെന്നും നമ്മുടെ സ്ട്രെങ്ത്, എനർജി എപ്പോഴാണ് ഏറ്റവും നന്നായിട്ടിരുന്നതെന്നും തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ സമയം. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നല്ല രീതിയിൽ സമയം ഉപയോഗിക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെ നമ്മൾ ഇടപെട്ടപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഫലപ്രദമായിട്ട് സമയം ഉപയോഗിക്കാൻ കഴിഞ്ഞത്. അതേസമയം നമുക്ക് സമയം നഷ്ടമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതിനുശേഷം നഷ്ടമായ കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുക. ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഗോളിലേക്ക് നമ്മൾ എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യങ്ങളെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുക, അതിന് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പുതിയ വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. മൂന്നാമതായിട്ട് നമ്മുടെ നോളജ്. നമുക്ക് പലതരത്തിൽ നമ്മൾ നോളജ് അക്യൂർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കുറേ കാര്യങ്ങൾ നോളജ് അക്യൂർ ചെയ്തു, പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട വരുമാനത്തിലേക്കോ ഇല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കോ എത്തിക്കുന്ന നോളജ് ആയിരുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വീണ്ടും പുതിയ വർഷം അത്രയും ഓവർലോഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചില നോളജ് ചിലപ്പോൾ ഒരു നല്ല കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക, ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ആ നോളജിനെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം, കൂടുതൽ സമയം അവിടെ കൊടുക്കണം. അതേസമയത്ത് നമുക്ക് അധികം ബുദ്ധിമുട്ട് വരുന്ന, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എവിടെയെങ്കിലും നോളജ് ഏരിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് യൂട്യൂബിലെ വീഡിയോസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ മറ്റ് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും നമ്മുടെ സമയം ധാരാളമായിട്ട് കളയുന്ന ഏതെങ്കിലും ഏരിയ ആയിരിക്കാം. അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്ന, പ്രത്യേകിച്ച് ചില ചാനലുകൾ, യൂട്യൂബിലെ ചാനലൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ളത് കൂടുതലായിട്ട് കാണാനായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് നമ്മുടെ സ്കില്ലാണ്. നമ്മുടെ നിലവിൽ നമ്മൾ ഏതൊക്കെ സ്കില്ലാണ് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്, കൂടുതലായിട്ട് കൊണ്ടുവരേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയുക. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഏതൊക്കെ സ്കില്ല് നേടി, ആ നേടിയ സ്കില്ല് വഴി നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഗോളിലേക്ക് എത്താൻ നമ്മളെ സഹായിച്ചത്, വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതുപോലെ കൂടുതൽ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ടത്. അഞ്ചാമതായിട്ട് നമ്മുടെ മണി. നമുക്ക് എവിടെ നിന്നാണോ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മൾട്ടിപ്പിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് എവിടേക്കാണ് മണി ലോസ് വരുന്നത്, നഷ്ടം വരുന്നതെന്ന് നോക്കിയിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ തക്കമുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഈ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി അടുത്തതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ റൊട്ടേഷൻ എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സാധാരണ ഇതും 5 പോയിന്റായിട്ട് പറയാം. അതായത് നമ്മൾ ചിലപ്പോൾ ഒരു മാസത്തിൽ ഏതെങ്കിലും 1-2 ദിവസം നമ്മൾ കുറച്ചൊന്ന് മാറി നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ഒരു ആഴ്ച എവിടെയെങ്കിലും പോകുന്നതായിരിക്കാം, 3 മാസം കൂടുമ്പോൾ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും. അങ്ങനെയുള്ള നമ്മൾ വിശ്രമിക്കുന്ന സമയങ്ങൾ അത് റൊട്ടേറ്റ് ചെയ്ത് വരും. അത് തിരിച്ചറിഞ്ഞ്, ഇപ്പോൾ ഞാൻ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഈ വർഷങ്ങളിൽ ഞാൻ ചെയ്യുന്നത് എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഏറ്റവും നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഏറ്റവും അടുത്ത് ഏതെങ്കിലും വരുന്ന ഫ്രീ ആയിട്ട് ഇരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അവിടെ നമ്മൾ കുറച്ച് നേരം പോയിരിക്കുക, ചിലപ്പോൾ 1-2 ദിവസം സ്പെൻഡ് ചെയ്യുക, അത് റൊട്ടേറ്റ് ചെയ്ത് വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ റൊട്ടേഷനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എനർജി തരും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വിശ്രമിക്കുന്ന, റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബിസിനസ് ടൈമാണ്. ഈ ബിസിനസ് ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരിക. ഒന്ന്, ക്രിയേഷൻ. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന യൂട്യൂബിൽ ഈ ചെയ്യുന്ന വീഡിയോ ഒരു ക്രിയേഷനാണ്, പോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു ക്രിയേഷനിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ നമ്മളിലേക്ക് വരുന്നതും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ പരസ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാർ വരുന്നത്. അത് കഴിഞ്ഞാൽ 2 എന്ന് പറയുന്നത് കൺവേർഷനാണ്. ആൾക്കാരെ സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതിനുശേഷം കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. അപ്പം ഈ 3 കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമ്മുടെ ബിസിനസ് ടൈം വരിക. നന്നായിട്ട് നമ്മൾ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കണ്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതോടൊപ്പം ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ വീക്ക്ലി മീറ്റിംഗ്സ് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ ഓരോ 6 മാസവും ഓഫ്ലൈൻ ഇവൻറ്റ്സുകൾ ഷെഡ്യൂൾഡ് ആണ്. ഇങ്ങനെയുള്ള നിരവധി പ്രോഗ്രാംസുകൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ബിസിനസ്സിൽ. എന്നിട്ട് അതിനെ അടുത്ത വർഷത്തേക്ക് നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. 3 എന്ന് പറയുന്നത് ഫാമിലി ടൈം. ഫാമിലി ടൈമിൽ നമ്മൾ സാധാരണ റെഗുലറായിട്ട് നമ്മൾ പുറത്തു പോകുന്ന കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ക്വാളിറ്റി ടൈംസ് കൊടുക്കുന്ന, റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്ലാനിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പേഴ്സണൽ ടൈം. ഏതൊക്കെ സമയത്താണ് നമുക്ക് നമ്മൾ മാത്രമായിട്ടിരിക്കുന്ന ഒരു പേഴ്സണൽ ടൈംസ് വേണ്ടത്, അതിനെ റൊട്ടേറ്റ് ചെയ്യുക. അത് വല്ലപ്പോഴും ആയി പോവാതെ കൃത്യമായിട്ട് നമ്മളൊരു ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ആഴ്ചയിൽ ഇന്ന സമയങ്ങളിൽ, ദിവസം നമ്മൾ ഇന്ന സമയങ്ങളിൽ നിന്ന് നമുക്കൊരു പേഴ്സണൽ ടൈം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്യപ്പെടുക എന്നുള്ളതാണ്.
5 എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡെയിലി നമ്മൾ പ്രെയർ പോലെയുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ടാവും, വീക്ക്ലി ചെയ്യുന്നുണ്ടാവും, മന്ത്ലി ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും, ഇയർലി ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനായിട്ട് ടൈം അലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങളുടെ കഴിഞ്ഞ വർഷം തന്നെയാണ് നമ്മുടെ പുതിയ വർഷം പ്ലാൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ആയുധം. കാരണം നമ്മൾ നമ്മുടെ ഓരോ ദിവസവും എഴുതി വെച്ച് മുന്നോട്ട് പോവുകയും ആ എഴുതി വെക്കുന്നത് ഒരു വർഷം കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഓരോ ദിവസങ്ങളും ഞാൻ എന്തൊക്കെ ചെയ്തു എന്നിങ്ങനെ മറിച്ച് പോകാൻ പറ്റുന്ന ഒരു ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് പുതിയ വർഷത്തെ പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും മറന്നുപോകും. പക്ഷേ മറന്നു പോകാതെ കൃത്യമായിട്ട് ഡേറ്റ നമ്മൾ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ആ ഡേറ്റയിൽ നിന്ന് എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും ഏറ്റവും റൈറ്റ്. ചിലപ്പോൾ നമുക്ക് മാനസികമായിട്ട് പ്രയാസം വന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അടുത്ത വർഷം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ പാറ്റേൺ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എപ്പോഴൊക്കെയാണ് നമ്മൾ വീക്ക് ആവുന്നത്, എപ്പോഴാണ് നമ്മൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, ഇത് തിരിച്ചറിയാനായിട്ട് കഴിയും. സോ ഈ രീതിയിൽ നമ്മുടെ ഒരു വർഷത്തെ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ എടുക്കുന്ന 10 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, പുതിയ വർഷത്തിൽ നിങ്ങൾ എടുക്കുന്ന 10 പ്രധാനപ്പെട്ട ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ടാവും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ കാറ്റ്സൺ.